യേശുവിനെ നോക്കിയാൽ, യേശുവിലേക്ക് നിന്റെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നിന്നെ ആശ്വസിപ്പിക്കും, അവൻ നിന്നെ കരുതും, അവൻ നിന്നെ നടത്തും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ ധന്യമുള്ള തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 40-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കുക. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ മശിയയെ കുറിച്ച് വളരെ ഏറെ പ്രവചനങ്ങളും മുന്നറിയിപ്പുകളും യെശയ്യാവ് നൽകുന്നുണ്ട്. പഴയ നിയമ പ്രവചനങ്ങളെ 1139 പ്രവചനങ്ങളിൽ 332 എണ്ണവും യേശു ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രവചനങ്ങളാണ്. സെന്റ് ജെറോം എന്ന മനുഷ്യൻ പറഞ്ഞത് യെശയ്യാവിന്റെ പുസ്തകം 5-ാം സുവിശേഷമായി കണക്കുകൂട്ടാമെന്നും യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം വ്യക്തമായിട്ട് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് ഈ മനുഷ്യൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കോരേശിനെ കുറിച്ചുള്ള ആശ്വാസവും യേശുക്രിസ്തുവിന്റെ 1ഉം 2ഉം വരവും ഇതിന്റെ പ്രധാന വിഷയങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതിന്റെ ആദ്യത്തെ വാക്യത്തിലേക്ക് 40-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു എന്നുള്ള വാക്യം നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകും. എന്റെ ജനത്തെ ആശ്വസിപ്പിക്കും. എന്റെ ജനം മിസ്രയീം മുതൽ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനമായി തുടരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹോശേയ 12:9, സങ്കീർത്തനങ്ങൾ 114 1-2 വാക്യങ്ങൾ, പുറപ്പാട് 3:7 10 വാക്യങ്ങളൊക്കെയും വായിക്കുമ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഇസ്രായേൽ ദൈവത്തിന്റെ ജനമായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിനു വേണ്ടി, യേശുവിന് വേണ്ടി ഹൃദയത്തെ കൈമാറിയ ദൈവജനമേ, നാം ദൈവത്തിന്റെ വിശുദ്ധ ജനമായിരിക്കുന്നു. 1 പത്രോസ് 2:9 ഇങ്ങനെ പറയുന്നു, നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളുടെ വിളിച്ചവനെ സൽഗുണങ്ങളെ ഘോഷിക്കത്തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്നു. ദൈവത്തിന് ഉള്ളവരായിരിക്കുന്നു. നാം ദൈവത്തിനുള്ളവർ. ദൈവം നമ്മുടെ പിതാവായി നമുക്കുള്ളതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. 2ാമത്തെ വാക്യം, ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ജനത്തെ ആശ്വസിപ്പിപ്പീൻ. ഹല്ലേലൂയ. ഈ ലോകത്തില് ആശ്വസിപ്പിക്കുവാൻ അനേകരുണ്ടായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ സർവ ആശ്വാസത്തിന്റെയും ഉറവിടം യേശുക്രിസ്തു മാത്രമാകുന്നു. നമ്മെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകർ അനേകരുണ്ട് ഈ ലോകത്തിൽ. എന്നാൽ സർവാശ്വാസത്തിന്റെ ഉറവിടം യേശുക്രിസ്തു മാത്രമാണ്. നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ അസമാധാനത്തിൽ ഏക ആശ്വാസകൻ നമ്മുടെ യേശുക്രിസ്തു മാത്രമേ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ? നീ കടന്നു പോകുന്ന വിഷയങ്ങളുണ്ടല്ലോ, നിന്റെ ഹൃദയത്തിനേറ്റ മുറിവുകളുണ്ടല്ലോ, അതിന് ആശ്വാസം തരുവാൻ ഈ ലോകത്തിൽ യാതൊരു മരുന്നുകൊണ്ട് സാധിക്കത്തില്ല. ഇന്ന് പകൽക്കാലം നിന്നെ ആശ്വസിപ്പിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. നിന്റെ ഹൃദയത്തെ സമാധാനിപ്പിക്കുവാൻ, നിന്റെ ഹൃദയത്തിന് ഒരു ആശ്വാസം നൽകുവാൻ, നിന്റെ കുടുംബത്തിൽ സമാധാനം നൽകുവാൻ, നിന്റെ കുടുംബത്തിലെ അസമാധാനങ്ങൾ മാറിപ്പോകുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുവിനെ നോക്കിയാൽ, യേശുവിലേക്ക് നിന്റെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നിന്നെ ആശ്വസിപ്പിക്കും, അവൻ നിന്നെ കരുതും, അവൻ നിന്നെ നടത്തും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ കർത്താവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആശ്വാസം നൽകുന്ന ആ ദൈവത്തിലേക്ക് നമ്മൾ ആശ്രയിക്കാം. ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിന്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, കേട്ട ഒരുത്തൻ വിളിച്ചു പറയുന്നു, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ, നിർജ്ജന ദേശത്ത് നമ്മുടെ ദൈവത്തിന് പെരുവഴി ഒരുക്കുവിൻ. ഈ യെശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ സ്നാപകനെ പറ്റി, യേശുക്രിസ്തുവിനെ കൃത്യം വളരെ വ്യക്തമായി ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ ഒരുത്തൻ യോഹന്നാൻ സ്നാപകനാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകും. മത്തായി സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ
1 മുതൽ 3 വരെയും മാർക്കോസ് 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകും. യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ. യഹോവയുടെ വഴി വളരെ വിശാലമാണ്, എന്നാൽ ഹല്ലേലൂയ ജീവന്റെ വഴിയിലേക്കുള്ള മാർഗം വളരെ ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വഴി മനസ്സിലാക്കി ദൈവത്തിന്റെ വഴിയിലേക്ക് വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ നിങ്ങൾ ഈ ദൈവത്തിന്റെ വഴിയിൽ വന്നിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ദൈവത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ വരുവാൻ. നിങ്ങൾ വഴിവിട്ട് ദൈവത്തിന്റെ വഴിവിട്ട് മാറിപ്പോയവരാണോ? തിരികെ ദൈവത്തിന്റെ വഴിയിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശാലമായ വഴികൾ, വിശാലമായ വഴികൾക്ക് വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ചിലരെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുക. ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. നീ ഒരു വഴി ഇല്ലാതെ നിശ്ചലമായിട്ട് എങ്ങോട്ട് തിരിയണം, ഏതു വഴി ഞാൻ എടുക്കണമെന്ന് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വഴിയിലേക്ക് നീ തിരിഞ്ഞ നിന്റെ വഴി ദൈവം ഒരുക്കും. നിനക്ക് വേണ്ടി പോകേണ്ട വഴി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. ആ വഴിക്കായി നിന്നെ തന്നെ സമർപ്പിക്കാം. വിശ്വാസം നൽകുന്ന തന്റെ സ്വന്തം ജനമായി കൂടെ കൊണ്ടു നടക്കുന്ന ആ ദൈവത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. യേശു മാത്രം മതി എനിക്ക് എന്ന് പറയുവാൻ കഴിയുന്നവരുണ്ടോ? ഇന്ന് പകൽക്കാലം യേശുവിന് വേണ്ടി ഹൃദയത്തെ കൊടുക്കാം, യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു.